ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ജഗൻ കുറുപ്പിനോട് പറയുന്നുണ്ട് ഹരിതയുടെ വിവാഹം നടത്താൻ വേണ്ടിയാണ് അപ്പച്ചി ശ്രമിച്ചതെന്നൊക്കെ. അമ്പലത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പച്ചി അതിന് സമ്മതിക്കുന്നില്ല. അപ്പച്ചി അപ്പോൾ പറയുന്നുണ്ട്, എന്നെയും എന്റെ ആങ്ങളെയും തമ്മിൽ തെറ്റിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോന്ന് ഇല്ലാത്തതൊക്കെ പറയുകയാണെന്ന്. ആ സമയത്ത് വിദ്യേട്ടത്തിയും അവിടേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് ജഗൻ ചോദിക്കുന്നുണ്ട് വിദ്യേട്ടത്തി എവിടെയായിരുന്നു എന്നൊക്കെ. വന്ദനയും ചോദിക്കുന്നുണ്ട് വിദ്യേട്ടത്തി എവിടെയായിരുന്നെന്ന് പറയാനെന്ന്. വിദ്യേട്ടത്തി അപ്പോൾ പറയുന്നുണ്ട് അത് ചോദിക്കാൻ നിനക്ക് അവകാശമില്ലെന്നൊക്കെ. കുറുപ്പ് ആ സമയത്ത് വിദ്യേട്ടത്തിയോട് ചോദിക്കുന്നുണ്ട് നീ എവിടെയായിരുന്നു എന്ന്. നീ ഇവിടെ നിന്നും ഹരിതയും കൂട്ടിയല്ലേ പോയതെന്നൊക്കെ ചോദിക്കുന്നു. വിദ്യേട്ടത്തി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ അമ്പലത്തിലാണ് പോയതെന്നൊക്കെ. വന്ദന അപ്പോൾ പറയുന്നുണ്ട് ഹരിത എവിടെയാണെന്ന് ഞാനിപ്പോൾ പറയാമെന്ന്. ശേഷം വന്ദന മനോജിനെ ഫോൺ വിളിക്കുന്നുണ്ട്. മനോജിനോട് പറയുന്നുണ്ട് വീഡിയോ കോളിൽ ഹരിതയോട് വരാനെന്ന് പറയാൻ. ഹരിതയും മനോജും വീഡിയോ കോളിൽ വരുന്നുണ്ട്. വന്ദനയാണെങ്കിൽ ഫോൺ കുറുപ്പിനെ കാണിച്ചു കൊടുക്കുന്നു. ഹരിത അച്ഛനോട് പറയുന്നുണ്ട് എന്നെയാണെങ്കിൽ ചതിയിലൂടെ വിവാഹം കഴിപ്പിക്കാൻ വിദ്യേട്ടത്തിയും അപ്പച്ചിയും കൂടെ ശ്രമിച്ചതാണ്. എന്റെ ജീവിതമാണെങ്കിൽ ശരിക്കും നശിച്ചു പോയേനെ, ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടതെന്നൊക്കെ പറയുന്നു. ഞാനിപ്പോൾ മനോജിന്റെ കൂടെയാണെന്നും ഹരിത പറയുന്നുണ്ട്. ഹരിത പറഞ്ഞു തീരും മുമ്പ് തന്നെ കുറുപ്പ് ഫോൺ കട്ട് ചെയ്യുകയാണ്. കുറുപ്പ് വന്ദനയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് മനോജിനെ ഹരിതയും ഒന്നിപ്പിക്കാൻ പറ്റി, ഇതുകൊണ്ട് നീ കുറുപ്പിനെ വിജയിച്ചെന്നൊന്നും കരുതണ്ട എന്നൊക്കെ പറയുന്നു. കുറുപ്പ് വിദ്യേട്ടത്തിയുടെ അടുത്തേക്ക് ചെന്നിട്ട് വിദ്യേട്ടത്തിക്ക് ഒരു അടി കൊടുക്കുകയാണ്. ശേഷം പറയുന്നുണ്ട് എന്റെ മകളുടെ കാര്യത്തിൽ ഇനി ഇടപെടരുത്, നീ എന്നല്ല ആരും ഇടപെടരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ദേഷ്യത്തോടെ പോകുന്നുണ്ട്. കുറുപ്പ് പോയതിന് ശേഷം ജഗന്റെ ചേട്ടൻ പറയുന്നുണ്ട് ഇവൾക്ക് ഈ അടിയുടെ ആവശ്യമുണ്ടായിരുന്നു, പക്ഷെ ഈ അടി ഇവൾക്കുള്ളതല്ല അപ്പച്ചിക്കുള്ളതാണെന്നൊക്കെ പറയുന്നു. ദിയമോൾക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ദിയമോൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ട്. അപ്പച്ചി ആ സമയത്ത് ദിയമോളെ നോക്കി പേടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് വന്ദനയാണെങ്കിൽ അച്ഛനെ ഫോൺ വിളിക്കുന്നുണ്ട്. അച്ഛനെ വിളിച്ചിട്ടാണെങ്കിൽ അമ്പലത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഹരിത എങ്ങനെയാണ് പെരുമാറുന്നതെന്നൊക്കെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്. അച്ഛനപ്പോൾ പറയുന്നുണ്ട് മനോജും ഹരിതയും ഇപ്പോഴും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. മാധവൻ പറയുന്നുണ്ട് അച്ചമ്മയ്ക്കാണെങ്കിൽ ഒരാഗ്രഹമുണ്ട്, വർഷയുടെ കൂടെ പോയി നിൽക്കണമെന്നാണ് ആഗ്രഹം, അതുകൊണ്ട് വിക്രമിന്റെ വീട്ടിലേക്ക് പോകാനാണ് പ്ലാൻ എന്ന് പറയുന്നു. വന്ദന വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. വന്ദന അപ്പോൾ ഞാനും വരാമെന്ന് പറയാണ്. ഫോൺ വെച്ചതിന് ശേഷം വന്ദന ജഗനോട് പറയുന്നുണ്ട് എനിക്ക് വർഷയുടെ വീട്ടിലേക്ക് പോകണമായിരുന്നു, പക്ഷെ ദിയമോളെ ആരെ ഏൽപ്പിക്കുമെന്നൊക്കെ ചോദിക്കുകയാണ്. ജഗൻ അപ്പോൾ പറയുന്നുണ്ട് ഈ ചോദ്യം ദിയമോളോട് തന്നെ ചോദിക്കാനെന്ന്. വന്ദന അപ്പോൾ ദിയമോളോട് ചോദിക്കുന്നുണ്ട്. ദിയമോൾ അപ്പോൾ പറയുന്നുണ്ട് വന്ദനാമ്മ പോയിട്ട് വാ, എന്നെ ജഗൻ അങ്കിൾ നോക്കിക്കോളുമെന്നൊക്കെ പറയുന്നു. വന്ദന അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്നെ അപ്പോൾ വേണ്ടെന്നൊക്കെ. ദിയമോൾ അപ്പോൾ പറയുന്നുണ്ട് വന്ദനാമ്മയെക്കാട്ടിൽ നല്ലത് ജഗൻ അങ്കിൾ ആണെന്നൊക്കെ. ജഗനങ്കിൾ ആണെങ്കിൽ എനിക്ക് ഐസ്ക്രീം വാങ്ങിത്തരും, എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കും. വന്ദനാമ്മയാണെങ്കിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. ശേഷം കാണിക്കുന്നത് എല്ലാവരും കൂടി വിക്രമിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എല്ലാവരും കൂടി വർഷയെ കാണാൻ വേണ്ടി വന്നത് വിക്രമിനൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. വിക്രമിന്റെ മുഖഭാവമൊക്കെ മാറുന്നുണ്ട്. അത് മുത്തശ്ശിക്ക് മനസ്സിലായിട്ട് ചോദിക്കുന്നുണ്ട് ഞങ്ങളെ മനസ്സിലായില്ല എന്നൊക്കെ. വർഷ അപ്പോൾ പറയുന്നുണ്ട് ഏട്ടന് മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല, കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുന്നിട്ട് പെട്ടെന്ന് വന്നത് കൊണ്ട് കണ്ണ് കാണാത്തതാണെന്നൊക്കെ പറയുന്നു. വിക്രമും അപ്പോൾ പറയുന്നുണ്ട് വർഷ പറഞ്ഞത് ശരിയാണെന്നൊക്കെ. എല്ലാവർക്കും ആഹാരമൊക്കെ ഉണ്ടാക്കാനെന്ന് ജോലിക്കാരിയോട് പറയുന്നുണ്ട്. അച്ചമ്മ വീട് മൊത്തത്തിൽ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇതുപോലെ ഒരു വീട്ടിൽ കിടക്കാൻ പറ്റുന്നതേ വലിയ ഭാഗ്യമാണെന്നൊക്കെ. മാധവൻ അപ്പോൾ വിക്രമിനോട് പറയുന്നുണ്ട് കുറച്ച് നാളത്തേക്ക് വർഷയ്ക്ക് കൂട്ടായിട്ട് അച്ചമ്മ ഇവിടെ നിൽക്കാൻ പോവുകയാണെന്നൊക്കെ. വിക്രം അപ്പോൾ പറയുന്നുണ്ട് ഇത് കേട്ടപ്പോഴേ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്നും ശരിയല്ല, ഭയങ്കര തണുപ്പാണ്, അത് മുത്തശ്ശിക്ക് പറ്റത്തില്ലെന്നൊക്കെ പറയുന്നു. അച്ചമ്മ അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും എനിക്ക് പ്രശ്നമല്ലെന്നൊക്കെ. വിക്രം പറയുന്നുണ്ട് അത് മാത്രമല്ല അച്ചമ്മ പുരാണങ്ങളും കഥകളും പറയുന്നത് പോലൊക്കെ ഇവിടുത്തെ ജോലിക്കാരിയും വർഷയ്ക്ക് പറഞ്ഞു കൊടുക്കുമെന്നൊക്കെ. അച്ചമ്മ അപ്പോൾ പറയുന്നുണ്ട് ഇംഗ്ലീഷ് മരുന്ന് മാത്രമല്ല വർഷ കഴിക്കേണ്ടത്, കുറച്ച് നാടൻ മരുന്ന് രീതികളൊക്കെ ഉണ്ട്, അതിനൊക്കെ എന്റെ സേവനം വേണം, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്ദനയും വർഷയും അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നുണ്ട്. വിക്രം അപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എവിടെ പോവുകയാണെന്നൊക്കെ. വന്ദന അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ സഹോദരിമാരല്ലേ, കുറച്ച് നാളുകൾക്ക് ശേഷം കാണുകയല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്